അതെ, ഈ സക്സസിന്റെ അളവുകോല് എന്തിന്റെ ബേസിസിലാണ് നിങ്ങളൊക്കെ മനസ്സിൽ കരുതിയിരിക്കുന്നത്? പണമാണോ, അതോ പദവിയാണോ, അതോ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുന്നതാണോ? ഫേസ്ബുക്കിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണാനിടയായി. ഓക്കെ, ഈ വ്യക്തിക്ക് വളരെ എന്താ പറയണ്ടേ, വളരെ ചാമിങ് ആണ്, എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. സ്പോർട്സിന് സ്പോർട്സ്, പഠിത്തത്തിന് പഠിത്തം, പെണ്ണുങ്ങളുടെ ഇടയിൽ ഹീറോ, എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് കേട്ടോ. അത് മാത്രമല്ല, പരീക്ഷയുടെ തലേന്ന് വരെ അലമ്പി നടന്നിട്ട് ഈ പാടുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട് എഞ്ചിനീയറിംഗിൽ. ഓക്കെ, കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് പഠിക്കേണ്ട കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഈ പുള്ളി നല്ല ഇതായിട്ട് മാർക്ക് വാങ്ങിക്കും. ഈ കാണാപ്പാടം പഠിച്ച എസ്സേ പോലെ എഴുതേണ്ട കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, അതിനൊന്നും മാർക്ക് കിട്ടിയില്ലെങ്കിലും ഈ മെക്കാനിക്സ്, ഫിസിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട് എഞ്ചിനീയറിംഗിൽ, അതിലൊക്കെ പുള്ളിക്ക് നല്ല മാർക്കാണ്. സോ ടീച്ചേഴ്സിന്റെ റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം അത്ര ഈസി അല്ലല്ലോ അങ്ങനെ മാർക്ക് മേടിക്കുക എന്നുള്ളത്, എസ്പെഷ്യലി അറ്റൻഡൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ. സോ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് കാണാനിടയായി. കണ്ടാൽ ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വേറെ ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടതായിരിക്കും, പുള്ളി അതിനകത്ത് ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഉരുണ്ട് ബോൾ പോലെ ഒരാളിരിക്കുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് പഴയ ഒരു 3 വർഷത്തിന് മുന്നേ ഉള്ള ഒരു ഫോട്ടോ ഞാൻ പോയി നോക്കി. ഓക്കെ, അപ്പോൾ അതിനകത്ത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോലത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഈ സക്സസിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സക്സസിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത്, ഈ ജീവിതത്തിലെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ സ്റ്റിൽ നമ്മളുടെ ആ ഒരു ഫിസിക്കാലിറ്റി ലൂസ് ചെയ്യാണ്ട്, നമ്മൾ സ്റ്റിൽ ആ മനുഷ്യകോലത്തിൽ നമ്മളുടേതായിട്ടുള്ള യൂത്തും നമ്മളുടേതായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ആൻഡ് ഈ പുള്ളി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ ഹാബിറ്റ്സ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പൊ അത് ശരിക്കും ഒരു സക്സസ്ഫുൾ ലൈഫ് ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, സക്സസ്ഫുൾ ലൈഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെൻ യു നോ ഹൗ ടു ബാലൻസ് എവറിത്തിങ്. അല്ലെ, നമ്മളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ മുടിയും കൊഴിഞ്ഞ് പിന്നെ വല്ലാതെ ഒരു മനുഷ്യക്കോലത്തിൽ നിന്ന് മാറിയ ഒരു രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ, അത് ഹെൽത്ത് പോലും നോക്കാതെ മാറിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അത് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു ബോധം, ഞാൻ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലും സ്റ്റിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആയെന്ന് വരില്ലായിരിക്കും, പക്ഷെ സ്റ്റിൽ എന്നെ ആൾക്കാർ ഇപ്പോഴും കാണുമ്പോൾ പറയുന്നത്, ഓ യു സ്റ്റിൽ ലുക്ക് ദ സെയിം, ഓർ യു സ്റ്റിൽ ടോക്ക് ദ സെയിം എന്ന് പറയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഞാൻ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിച്ച ഒരു നിമിഷം. കാരണം മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയാം, അല്ലെ? ഇപ്പൊ മുഖം മാത്രമല്ല, നമ്മളുടെ പുറത്തുള്ള അപ്പിയറൻസ് മനസ്സിന്റെ കണ്ണാടി തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയും ഇത്രയും ലൈഫ് നമ്മൾ ഒത്തിരി ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടും നമ്മൾ സ്റ്റിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും ആ മനസ്സിന്റെ ആ ഒരു എന്താ പറയണ്ട പ്യുവർനെസ് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ആവുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് സക്സസിന് ഏറ്റവും വലിയ മെട്രിക്സ്.